ക്രിസ്തേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി നാം തുടർന്ന് ക്രിസ്ത്യാനികളുടെ സാക്ഷിത്വം എന്ന പരമ്പരയിൽ ഇന്ന് നാം പഠിപ്പാൻ പോകുന്നത് വെളിച്ചമാകുന്നതായ ക്രിസ്ത്യാനി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഒരവസരം കൂടി തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് വചനം വന്ന ഈ മായമില്ലാത്ത പാൽ കുടിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് വേണ്ട സംരംഭത്തെ ഒരുക്കിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. അതെ, വചനം പഠിക്കുകയും അതനുസരണം ജീവിപ്പാൻ കർത്താവ് കൃപയാകണമേ. അതിനുവേണ്ട പരിശുദ്ധാത്മ ശക്തിയായിട്ട് ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾക്കായ ജീവൻ വെടിഞ്ഞ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ താഴ്മയോട് വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തീയ സഹോദരങ്ങളെ, ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നതായ പരമ്പര ക്രിസ്തീയ സാക്ഷിത്വം എന്നുള്ള പരമ്പരയിൽ ഇന്ന് വെളിച്ചമായ ക്രിസ്ത്യാനികൾ എന്ന വിഷയത്തെയാണ് ഇന്ന് നമുക്ക് വായിപ്പാനുള്ളതായ വേദഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് കർത്താവായ ഈശോ നമ്മോട് കൽപ്പിക്കുകയുണ്ടായി. അതായത് നാം ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന നാം അത് മലമേലിരിക്കുന്ന പട്ടണം പോലെ അത് എല്ലാവരും കാണുവാൻ തക്കവണ്ണം, അതായത് നമ്മിൽ കാണുന്ന ഈ വെളിച്ചം എല്ലാവർക്കും കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയാണ്. അതായത് നാം ദൈവത്തിൻ്റെ വെളിച്ചവാഹികളാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഈ ലോകത്തിൽ അന്ധകാരമുണ്ട്. ഈ അന്ധകാരകരമായ ഈ ലോകത്തെ പ്രവാചകനായ യെശയ്യാവ് പറയുമ്പോൾ 60-ാമത്തെ പ്രവചനം, യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായ്മ കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അപ്പോൾ ദൈവത്തിൻ്റെ അന്ധകാരമരമായ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ തേജസ്സുള്ളവരായി ദൈവത്തിന് വേണ്ടി വെളിച്ചവാഹികളായി ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രബോധനമാണ് ഈ പ്രവാചകൻ നമുക്ക് നൽകുന്നത്. വീണ്ടും പ്രവാചകൻ തന്നെ 59-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്: നിങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ തപ്പി തടഞ്ഞ് നടക്കുന്നു, സന്ധ്യാസമയത്ത് എന്ന പോലെ മധ്യാഹ്നത്തിൽ ഇടറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് മാറി വരുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നാം പ്രകാശത്തിൻ്റെ വെളിച്ചങ്ങളാകുന്നു, അല്ലെങ്കിൽ വെളിച്ചവാഹികളാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 11-9-10 വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു: അതിന് യേശു പകലിന് 12 മണി നേരം, ഇല്ലയോ, പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല. അപ്പോൾ നമുക്കറിയാം, അന്ധകാരമായി കഴിയുമ്പോൾ കണിശമായിട്ടും പലരും ഇടറി വീഴാറുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് അന്ധകാരം പേടിയാണ്, കാരണം അത് ഇടർച്ചയുടേതായ അനുഭവം ഉണ്ടാക്കും. ഒരു സമയത്ത് ഞാൻ നമ്മുടെ പ്രദേശത്ത്, പ്രത്യേകിച്ച് പറയുമ്പോൾ മലമ്പ്രദേശമായ എരുമേലിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്യുകയുണ്ടായി. യാത്രാ സമയത്ത് ഞാൻ അത്ര വളരെ ശ്രദ്ധയുള്ളവനായിരുന്നില്ല. എൻ്റെ കയ്യിൽ ടോർച്ചില്ലായിരുന്നു. എന്നാൽ ഈ രാത്രിയുടെ സമയത്ത്, പ്രത്യേകിച്ച് റബ്ബർ ഉള്ളതായ സ്ഥലങ്ങളിലൂടെ നാം റോഡിൽ കൂടി പോവുകയാണെങ്കിൽ സാധാരണ അന്തരീക്ഷത്തിലുള്ളതായ വെളിച്ചം യാതൊരു കുറ്റാക്കുറ്റിരുട്ടാണ്. മുൻപോട്ട് പോകുന്നത് എവിടെയാണ് അടുത്ത കാല് വയ്ക്കുക എന്നുള്ള പ്രയാസമുണ്ടായി. അപ്പോൾ അതത്ര പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും എന്തോ എനിക്ക് വളരെ ഭീതി തോന്നി. അപ്പോൾ ഞാൻ അടുത്തുള്ളതായ ഭവനത്തിൽ പോയി ഒരു മെഴുകുതിരി വാങ്ങിക്കുകയുണ്ടായി. ആ മെഴുകുതിരി പിടിച്ചുകൊണ്ടാണ് എൻ്റെ മുൻപോട്ടുള്ളതായ യാത്ര പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് റബ്ബർ ഉള്ളതായ സ്ഥലങ്ങളിലൊക്കെയും കുറ്റിട്ട് സന്ധ്യാസമയത്ത് വളരെയധികം ഇരുട്ടാണ്. അപ്പോൾ അത് അധികമാണെന്ന് ചോദിച്ചാൽ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അവിടെ വെളിച്ചം കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട്.
എന്ന് പറഞ്ഞതുപോലെ ഭൗമിക ജീവിതത്തിൽ കുറ്റാക്കുരുട്ടിൽ അതേ അന്ധന്മാരെ പോലെ നടക്കുവാനല്ല പിന്നെയോ വെളിച്ചത്തിൻ്റെ വാഹികളായി അതേ കാലിടറി വീഴുവാൻ വേണ്ടിയല്ല പിന്നെയോ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആയതുകൊണ്ട് മറ്റുള്ളവർക്കും അതേ വെളിച്ചം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പ്രത്യേകിച്ച് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് അത് സൂര്യൻ നമുക്ക് പ്രകാശം നൽകുന്നത് പോലെ, അതായത് പകൽ സമയത്ത് ജീവിക്കുന്നത് പോലുള്ളൊരു സാഹചര്യത്തെക്കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു അതേ തിരുവചനത്തിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു വരുന്നത്. അതേ നമുക്കറിയാം, ഈ രാവിലെ ആകുമ്പോൾ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ അത് നമുക്ക് വെളിച്ചം തരുന്നു. വെളിച്ചം മാത്രമല്ല, അത് നമുക്ക് ചൂടും തരുന്നു. അത് നമ്മുടെ തുണികൾ നനച്ചിട്ടാൽ അത് ഉണങ്ങുന്നതിനും, അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ റബ്ബർ ഷീറ്റ് ഉണക്കുവാനും അങ്ങനെ നമ്മൾ ഉണക്കുവാൻ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പകൽ വെളിച്ചത്തിൽ നടക്കുന്നു. അപ്പോൾ ഇതൊക്കെയും, എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെയും വളരെ, അതായത് സൈലൻ്റാണ്, നിശബ്ദമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആയതുപോലെ തന്നെ ദൈവിക വഴികളും വളരെ നിശബ്ദമാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഏലിയ പ്രവാചകന് ഒരു പ്രാവശ്യം ദൈവവുമായുള്ളതായ ഒരു ഇടപാടുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ആദ്യം ഒരു ഇടിമുഴക്കമുണ്ടായി, പിന്നെ അതിലൊരു തീയുണ്ടായി. അത് കഴിഞ്ഞ് ഇതൊക്കെയും ശേഷം ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരമുണ്ടായി. അതായത് ദൈവത്തിൻ്റെ ഇടപാട് വളരെ സൈലൻ്റായിട്ടാണ്. അതായത് സൂര്യനും രാവിലെ ഉദിക്കുന്നു, അത് ഉദിച്ച് അവസാനം വൈകുന്നേരമാകുമ്പോൾ അസ്തമിക്കുന്നു. അതും ഒരു സൈലൻ്റ് പ്രവർത്തനം. അവിടെ വലിയ ശബ്ദവും അവിടെ വലിയ കാഹളമൊന്നുമില്ല, അല്ലെങ്കിൽ നിശബ്ദമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ആയതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഹൃദയങ്ങൾ പ്രവർത്തിക്കുന്നതും വളരെ നിശബ്ദമാണ് എന്നാണ് യെശയ്യാപ്രവാചകൻ 32:15 ഞാൻ വായിക്കുന്നത്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മളുടെ മേൽ പകരുകയാണ്. അത് വളരെ സൈലൻ്റായിട്ട് നിശബ്ദമായി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നിശബ്ദമാണ്. എന്നാൽ അതിൻ്റെ ഫലമായിട്ട് കാണുന്നത് അത് വളരെ വ്യത്യാസത്തിൽ കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. അപ്പോൾ എന്താണ് പ്രത്യേകിച്ച് പറയുമ്പോൾ പഴയ നിയമകാലത്ത് അത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രവർത്തിക്കുകയും അവർ ചെയ്ത പല യുദ്ധങ്ങളും ആരാണ് ചെയ്തത് എന്ന് തിരുവചനം അനുശാസിക്കുന്നത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പുറപ്പാട് പുസ്തകം 14:14 വായിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെയും വളരെ, അതായത് ദൈവം പ്രവർത്തിക്കുന്നത് വളരെ അതിശയകരമായിട്ടാണ്. അത് കോലാഹലത്തോടുകൂടി ആയിരിക്കുകയില്ല. ഏതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഇപ്രകാരം ഞാൻ വായിക്കുന്നു, അതേ സങ്കീർത്തനം 46:10, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അതായത് അതേപോലെ തന്നെ സൂര്യൻ്റെ വെളിച്ചം അതായത് ദിവസവുമുള്ളതാണ്, അതായത് റെഗുലറാണ്. അതിൻ്റെ യാതൊരു വ്യത്യാസമാണ്. അതിനെ നമുക്ക് ആശ്രയിപ്പാൻ സാധിക്കും. അതായത് ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു. മഴക്കാലം അല്ലെങ്കിൽ മഞ്ഞുകാലം, മഞ്ഞിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതായത് സൂര്യൻ്റെ ഉദയാസ്തമനം അതിന് യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണല്ലോ രാവും പകലും നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. അത് ഇരുട്ടും വെളിച്ചവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആയതുപോലെ ക്രിസ്തീയ ജീവിതത്തിലും അതൊക്കെയും അനിവാര്യമാണ്. അതെ, നാം യഥാർത്ഥമായ ക്രിസ്ത്യാനി എപ്പോഴും എങ്ങനെയുള്ളതാണ്? അവന് ഡിപ്പെൻഡബിളാണ്, അതുപോലെ തന്നെ റെഗുലറാണ്. ആയതുപോലെ അതേ ഒരു ക്രിസ്തീയ ജീവിതത്തിലും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും അതെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് എപ്രകാരം നാം ഭൗമിക, അതായത് പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങൾ അതിന് ഒരു വ്യത്യാസവുമില്ലാതെ അതിൻ്റെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആയതുപോലെ ദൈവത്തോട് നടക്കുന്ന അനുഭവത്തെക്കുറിച്ച് അതേ ഹാനോക്ക് 300 വർഷം ദൈവത്തോടുകൂടി നടന്നു എന്ന് തിരുവചനത്തിൽ അനുശാസിക്കുന്നുണ്ട്. ആയതുപോലെ തന്നെയുള്ളതായ പ്രതിപുരുഷന്മാരുടെ ജീവിതങ്ങളിൽ അതായത് ദൈവികമായുള്ളതായ ചട്ടങ്ങളും ചിട്ടങ്ങളും ഉള്ളതായിട്ട് കാണുമെന്നൊക്കെ സാധിക്കും. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഹാനോക്കിനെ കുറിച്ച് നിങ്ങളോട് പറയുകയുണ്ടായി. ഇന്ന് ദാനിയേലിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയാമെന്നൊക്കെ ഞാൻ ഉരുമ്പിടുകയാണ്. അതായത് പ്രത്യേകിച്ച് ദാനിയേൽ 6-ാമത്തെ അധ്യായത്തിൽ അതേ ദാനിയേലിനെ പരീക്ഷിപ്പാൻ തക്കവണ്ണം, അതായത് തന്നെ ഇഷ്ടപ്പെടാത്ത അസൂയ മൂത്തതായ കുറേ വ്യക്തികൾ പ്രത്യേകിച്ച് തന്നെ രാജാവിൻ്റെ അടുത്ത വ്യക്തിയായിട്ട് പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചപ്പോൾ അതിന് ഉണ്ടായിരുന്ന കുറേ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും കുടുക്കിലാക്കുവാൻ തക്കമുള്ളതായ പരിശ്രമം അവർ ചെയ്തുകൊണ്ടേയിരുന്നു.
അതിനുള്ളതായ പരിശ്രമത്തിൻ്റെ ഇടയിൽ അവർ പല വഴികളും നോക്കി. എന്നാൽ ഇതിലൊക്കെയും ദാനിയേൽ വിശ്വസ്തനായിട്ട് കാണുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചു. എന്നാൽ അവർ ഒരു കാര്യം വളരെയധികം നിരീക്ഷിച്ചപ്പോൾ ഈ വ്യക്തി രാവിലെയും വൈകിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവനെ കുരുക്കുവാൻ തക്കമുള്ള ഒരു ഉപാധി അവർ കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ച് ദാനിയേൽ 6-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്: അപ്പോൾ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്ന് ദാനിയേൽ തൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് അപേക്ഷിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിലവനെ കുരുക്കുവാനുള്ള വഴി ഒരുക്കി. അങ്ങനെ രാജാവിനോട് ചെന്ന് പറഞ്ഞ്, രാജാവേ, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദാനിയേൽ ഒരു വ്യത്യസ്തനായ പുരുഷനാണ്, അതുകൊണ്ട് അവനെ കുരുക്കുവാൻ വേണ്ടി രാജാവിനോട് പറഞ്ഞില്ല. എങ്കിലും അതിനുള്ള വഴി ഒരുക്കിയത് എന്താണ്? രാജാവിനെ ചെന്ന് വളരെ പ്രകൃതിച്ച് പറഞ്ഞു, രാജാവേ, ഇനി അടുത്ത കുറേ നാളുകളിൽ എല്ലാവരും നിന്നോട് പ്രാർത്ഥിപ്പാൻ തക്കമുള്ള ഒരു നിയമം ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി രാജാവിനെ പുകഴ്ത്തി കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ രാജാവ് വിചാരിച്ചു ശരിയാണ്, അങ്ങനെ അതിന് അവൻ സമ്മതിച്ചു. എന്നാൽ അതിന് ശേഷമാണ് വീണ്ടും ദാനിയേൽ പതിവ് പോലെ പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിൽ ദാനിയേലിനെ അവർ പിടിച്ചു കൊണ്ടുവന്നു. രാജാവിനെ അവിടെ അല്ലാതെ പ്രാർത്ഥിക്കരുത് എന്നുള്ള നിയമം ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദാനിയേലിനെ കൊണ്ടുവന്നപ്പോഴാണ് രാജാവിന് ഇതിൻ്റെ പിന്നീടുള്ളതായ അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് മനസ്സിലായത്. ആയതുപോലെ ദാനിയേലിനെ പിന്നെ സിംഹക്കുഴിയിലിട്ടു. അവിടെ നിന്നും ദൈവം അവനെ രക്ഷിച്ചു. എന്നാൽ ഈ പറയപ്പെട്ട വ്യക്തികളെ കൊണ്ട് ഈ സിംഹക്കുഴിയിലിട്ടപ്പോൾ അവരെ എല്ലുപോലും ശേഷിക്കാതെ നിർമൂലമാക്കി, അല്ലെങ്കിൽ തിന്ന് അവശേഷിപ്പിച്ചു, അല്ലെങ്കിൽ അവർ ഇല്ലാതായിപ്പോയി എന്നുള്ളതായ കാര്യം നാം ഈ പ്രവചനത്തിൽ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ദാനിയേൽ താൻ ചെയ്യുന്നത് പോലെ, ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്നതായ അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തോട് ഇടപാടുള്ളതായ ഒരു വ്യക്തിയായിട്ട്, ഒരു തുടർച്ചയായിട്ടെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായ ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ആയതുപോലെ തന്നെ യോബിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ അനുശാസിക്കുന്ന ഇപ്രകാരമാണ്. 1:1 യോബിൻ്റെ പുസ്തകം 1:1-6 വരെയുള്ളതായ ഭാഗത്ത് ഞാൻ പ്രസക്തമായത് വായിക്കുകയാണ്. ഊസ് ദേശത്തെ യോബ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. എന്താണ്? നല്ലവനായ, നേരുള്ളവനായ, നിഷ്കളങ്കനായ, ദൈവഭക്തനായ ഒരു വ്യക്തി. അപ്പോൾ അതുപോലുള്ളതായ ജീവിതാനുഭവമുള്ള അനേകരെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് നമുക്ക് വായിപ്പാൻ കൊണ്ട് സാധിക്കും. എങ്ങനെയാണ്? അവരെ വിശ്വസ്തരാണ്, അവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, അവരെ ആശ്രയിക്കാം, അല്ലെങ്കിൽ അവരൊരിക്കലും ചതിവ് ചെയ്യുകയില്ല. ആയതുപോലെ തന്നെ ഇനിയും നമ്മൾ സൂര്യൻ്റെ കാര്യത്തെ, സൂര്യവെളിച്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ഷുവറാണ്. ഇരവും പകലും അല്ലെങ്കിൽ രാവും പകലും അതിന് യാതൊരു മാറ്റവുമില്ല. ഒരിക്കലും സൂര്യൻ വെളിച്ചം തരാതിരിക്കുന്നില്ല, അതിൻ്റെ ചൂട് നമുക്ക് കിട്ടാതിരിക്കുന്നില്ല. ആയതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നാമും എങ്ങനെയുള്ളവരായിരിക്കണം? നാമും തീർച്ചയായിട്ടും ഷുവറായിട്ടും ഡിപ്പെൻഡബിളായിരിക്കണം. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് പൗലോസിൻ്റെ അനുഭവത്തിൽ നാം വായിക്കുന്നത് റോമാലേഖനത്തിൽ 8:39 വാക്യമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർ പ്രതികൂലം? പ്രതികൂലമാർ. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു കുഴപ്പമുണ്ടാകില്ല, അവൻ ചഞ്ചലപ്പെടുകയില്ല, അവനെ വിശ്വസിക്കാൻ കൊണ്ട് സാധിക്കും, അവനെ നമുക്ക് വാസ്തവമായിട്ട് അംഗീകരിക്കാൻ കൊണ്ട് സാധിക്കും. അതുപോലുള്ളൊരു അനുഭവങ്ങൾ വീണ്ടും നമുക്ക് തിരുവചനത്തിൽ നിന്ന് പഠിപ്പാൻ കൊണ്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ എബ്രഹാം എന്ന് പറയുന്നതായ ഒരു പ്രഭുവായ മനുഷ്യനുണ്ടായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ച് എപ്പോഴും നമുക്കവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം സാധിക്കും. കാരണം അവനെക്കുറിച്ച് അബ്രഹാമിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 19 പറയുന്നത്, അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കുന്നത് വഴി ചെയ്യേണ്ട പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ അത് ഒക്കെയും എബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ദൈവികമായിട്ട് വെളിച്ചവാഹികളായിട്ട് ദൈവത്തിൻ്റെ വെളിച്ചം വഹിക്കുന്നതായ അനേക വ്യക്തികൾ നമുക്ക് ഈ വേദ പുസ്തകത്തിൽ നിന്ന് പഠിപ്പാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്ന വ്യക്തികൾ യേശു പറഞ്ഞതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു.
അപ്പോൾ ആ വെളിച്ചം മലമേൽ അത് മറ്റുള്ളവർക്ക് കാണുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് പറയുമ്പോൾ സൂര്യൻ എപ്രകാരം നമുക്ക് വെളിച്ചം നൽകുന്നുവോ, സൂര്യൻ നമുക്ക് എപ്രകാരം അതിൻ്റെ ചൂട് നൽകുന്നുവോ, അതുപോലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുവോ, അല്ലെങ്കിൽ ഊർജം നൽകുന്നുവോ, അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസിയും അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചവാഹികളായിട്ട്, അതേ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ജീവിക്കേണ്ടതായ ഒരാവശ്യമാണ്. അതുകൊണ്ടാണല്ലോ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു വെളിച്ചമാകുന്നു. അതേ മലമേലാണ് നിൽക്കുക, അല്ലെങ്കിൽ മലമേലുള്ള ഒരു വ്യക്തിയെ പോലെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വെളിച്ചം നൽകുകയാണ്. നമുക്കറിയാം ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നതായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തീരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് അയലൻഡ്, അങ്ങനെ ദ്വീപ സമൂഹങ്ങളൊക്കെയും പാറക്കെട്ടുകളുടെയിലൊക്കെയും പല മനുഷ്യരും നല്ല ദൈവസ്നേഹികളായ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മനുഷ്യ സ്നേഹികളായ വ്യക്തികൾ ഈ ദ്വീപസ്തംഭങ്ങളൊക്കെയും സ്ഥാപിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? മറ്റൊന്നിനുമല്ല. അതേ ഒരു കപ്പൽ ദൂരെ നിന്ന് വരുമ്പോൾ അതേ പാറക്കെട്ടുള്ളതായ സ്ഥലത്ത് ഈ ദ്വീപസ്തംഭം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് കണ്ടുകൊണ്ട് അതേ കപ്പലിനെ നിയന്ത്രിച്ച് അതിൻ്റെ ഗതി മാറ്റി അങ്ങനെ കപ്പൽ രക്ഷിപ്പാൻ തക്കവണ്ണം, കപ്പലിലുള്ള ആൾക്കാരെ രക്ഷിപ്പാൻ, അല്ലെങ്കിൽ കപ്പലിലുള്ള ചരക്കുകൾ രക്ഷിപ്പാൻ തക്കവണ്ണം സാധിക്കും. ആയതുപോലെ തന്നെ ക്രിസ്ത്യ വിശ്വാസത്തിലായിരിക്കുന്നതായ ഓരോ വ്യക്തികളും അത് ഒരു വെളിച്ചമായി തന്നെ ജീവിക്കേണ്ടതായ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് ഈ ഭൂമിയിൽ വന്നു. ആ വന്നതായ വ്യക്തി അതേ മറ്റുള്ളവരുടെ മുൻപാകെ യേശുവിന് വഴിയൊരുക്കുവാൻ തക്കവണ്ണം, അതായത് ഒരു വെളിച്ചമായിട്ട് തന്നെ ജീവിച്ചു എന്ന് തിരുവചനത്തിൽ നിന്ന് നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുന്നത്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾക്ക് അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. അതേ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചതായ യോഹന്നാൻ സ്നാപകൻ അതേ തൻ്റെ ജീവിതം കുറച്ച് നാളത്തേക്ക് ഉള്ളൂ എങ്കിലും അത് മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് ഇടയായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അതേ നമുക്ക് അധികം നാളുകൾ ദൈവം നൽകിയിട്ടില്ല. അതേ പ്രത്യേകിച്ച് ആദ്യകാലങ്ങളുണ്ടായിരുന്ന ദൈവമക്കളെ പോലെ അതേ ആദാം മുതലുള്ളതായ കാലഘട്ടത്തിൽ നാം പഠിക്കുന്നത് അവർ 900-ൽ അധികം വർഷം ജീവിച്ചു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ഈ കാലദൈർഘ്യം കുറഞ്ഞേ വരികയാണ്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാലം പ്രത്യേകിച്ച് പറയുമ്പോൾ അത് 70 അല്ലെ ഏറെ ആയാൽ 80 എന്ന് സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ വായിക്കുന്ന നാം ഓരോരുത്തരും എന്താണ് നാം ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതം വളരെ കുറവാണെങ്കിലും ആ കാലഘട്ടത്തിൽ അതേ ദൈവത്തിനു വേണ്ടി വെളിച്ചം വഹിക്കുന്നവരായി ജീവിക്കണം. അതായത് ഇവിടെ ഫിലിപ്പി ലേഖനത്തിൽ 2:15 ഞാൻ വായിക്കുന്നത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുക. അതായത് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തി വാക്താക്കളായിട്ട് ജീവിക്കുക. അങ്ങനെ നാം ജീവിക്കുമ്പോൾ കണിശമായിട്ടും അത് യേശുവിനെക്കുറിച്ച്, യേശു നമുക്ക് നൽകിയതായ വെളിച്ചം കൊണ്ട് നല്ലവർ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതായത് ഓരോ ക്രിസ്തീയ വിശ്വാസികളുടെയും ജീവിതം അത് കൂടുതലായി പ്രഭ കൊടുത്തുകൊണ്ട് ഇവിടെ പറയുന്ന ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാൻ തക്കവണ്ണമാണ് ഇവിടെ പറയുന്നത്. വീണ്ടും സദൃശ്യവാക്യങ്ങൾ പറയുന്നുണ്ട്. 4:18 നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമായിട്ട് ശോഭിച്ച് വരുന്നു. നമുക്കറിയാം സൂര്യൻ്റെ വെളിച്ചം രാവിലെ വരുന്നതായ വെളിച്ചം വളരെ നല്ല വെളിച്ചമാണ്. അതിനുശേഷം പിന്നെ അത് കൂടുതലായിട്ട് അത് വർദ്ധിച്ച് അധികമായി ശോഭിച്ച് വരുന്നു. ആയതുപോലെ ക്രിസ്ത്യാനികൾ എന്താണ് അവരുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് അത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി, അതായത് ദൈവത്തിനു വേണ്ടി കൊള്ളാവുന്നവരായി ജീവിക്കുക. അതാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം. ആയതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഓരോരുത്തരുമേ, അതായത് നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം. പ്രത്യേകിച്ച് ഒരു ചെറിയ കഥ ബൈബിളിലുള്ളത് ഞാൻ പറയുവാനൊക്കെ ആഗ്രഹിക്കുകയാണ്. അതായത് പൗലോസും സീലാസും അവരുടെ യാത്രയിടയിൽ അവർ അല്ലെങ്കിൽ തടവ് പള്ളികളായിട്ട് അവരെ കൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ അവരെ തടവിൽ അടക്കി ആയ ഒരു കാര്യത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. എന്താണ് അവർ രണ്ടുപേരെയും തടവുകാരായിട്ട് പ്രത്യേകിച്ച് വളരെയധികം സൂക്ഷ്മമായിട്ട്, അതായത് അവരെ വളരെ അധികം കൂടുതൽ അവരെ നല്ലതുവണ്ണമായിട്ട് അടച്ച് പൂട്ടി
പൂട്ടുമിട്ട് പല രംഗങ്ങളിലായിട്ട് സൂക്ഷിക്കുന്ന സാഹചര്യത്തിൽ അതേ ദൈവം പ്രവർത്തിക്കുന്നു. ഒരു വലിയ ഭൂകമ്പമുണ്ടായി. ഈ ഭൂകമ്പമുണ്ടായ സമയത്ത് ആ വാതിലുകളും അവരെ കെട്ടിരുന്ന കെട്ടുകളെല്ലാം പൊട്ടി. ആ അവസരത്തിൽ കാരാഗൃഹ പ്രമാണി ഇവരെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സ്വയമായിട്ട് മരിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യാൻ തക്കവണ്ണം പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ അതേ പൗലോസും ശീലാസും അവരുടെ ജീവിതങ്ങൾ എന്ത് ചെയ്യുന്നു, വിളിച്ച് പറയുകയാണ്, ഞങ്ങൾ ആരും ഇങ്ങ് പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് തൻ്റെ ജീവൻ എടുക്കരുത് എന്ന് പറഞ്ഞു. ആ രാത്രിയിൽ ഈ ജയിൽ അധികാരിക്ക് മാനസാന്തരമുണ്ടായി. ആ മാനസാന്തരമുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുന്നത്? അവൻ അവരോട് പറയുന്നത്, ആ രാത്രിയിൽ ഞാൻ വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 16:30 മുതലുള്ളതായ ഭാഗത്തു നിന്നുള്ളതായാണ്. അവൻ ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളതെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. കാരണം ആ ഒരു ജീവിതം, അതായത് പൗലോസിൻ്റെ ശീലാസിൻ്റെ ജീവിതം, അവർക്ക് ഒരു വെളിച്ചമായി തീർന്നു, അവരുടെ നിത്യരക്ഷയ്ക്ക് ഒരു കാരണമായി തീർന്നു. അതുപോലുള്ളൊരു ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. പത്രോസിൻ്റെയും അതുപോലെ തന്നെ കൊർന്നേലിയോസിൻ്റെയും ഭവനത്തിൽ നടന്നായ സംഭവം ഇത് പ്രകാരമാണ് പറയുന്നത്. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച് ഇവരെ സ്നാനം കഴിപ്പിച്ചു. കൂടാതെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. പ്രത്യേകിച്ച് പറയുമ്പോൾ ജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ചായ സമയത്ത് അവർ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അന്ന് ആ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കണ്ടപ്പോൾ അവർക്ക് വെള്ളം വിലക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് സ്നാനം കൊടുക്കാതിരിക്കാൻ ആർക്ക് കഴിയും? അങ്ങനെ അവരെ സ്നാനം കഴിപ്പിക്കുന്ന ആ ഒരു സാഹചര്യം ആയതുപോലെ അനേക അനുഭവങ്ങൾ വെളിച്ചവാഹികളായി തീർന്ന വ്യക്തികളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ ദോർക്കാസ് എന്ന് പറയുന്നതായ ഒരു മഹതി ഉണ്ടായിരുന്നു. അവരെ വളരെയധികം ക്രിസ്തീയമായ സേവനം ചെയ്തതാണ്. എന്നാൽ അവർ മരിച്ചുപോയി. അവർക്ക് വേണ്ടി വിലപിച്ചു. അല്ലെ അവരുടെ ശരീരം കൊണ്ട് അവരുടെ ശവം അല്ലെങ്കിൽ അവരുടെ ബോഡി എല്ലാം വൃത്തിയാക്കി അല്ലെങ്കിൽ റെഡിയാക്കി കൊണ്ടുവന്നു. എന്നാൽ അവർ വിലപിച്ചു കൊണ്ടിരുന്നു. കർത്താവായ പത്രോസ് അവിടെ വന്നപ്പോൾ സാഹചര്യത്തിൽ അവരുടെ നല്ല ജീവിതത്തെക്കുറിച്ച് പ്രകീർത്തിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവർക്ക് ജീവൻ തിരികെ കിട്ടുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അങ്ങനെ ദൈവത്തിനു വേണ്ടി വെളിച്ചവാഹികളായ അനേകരെക്കുറിച്ച് പറഞ്ഞല്ലോ. നാമും എന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായിരിക്കണം. അതിനെക്കുറിച്ച് പത്രോസ് പറയും, പൗലോസ് പറയും, മാത്യു പറയുമ്പോൾ, അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആയതുകൊണ്ട് വെളിച്ചവാഹികളായി തീരുവാൻ തക്കവണ്ണം അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങളോ അന്ധകാരത്തു നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വെളിച്ചമനുസരിച്ച് നിങ്ങളെ ഘോഷിപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ടതായ ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ ഞങ്ങളുടെ ജീവിത ശൈലികൾ, ജീവിത രീതികൾ എങ്ങനെയുള്ളതാണ്? യേശുവിന് വേണ്ടി വെളിച്ചവാഹികളായി, ക്രിസ്തീയ വെളിച്ചമുള്ളവരായി ഇരിക്കുകയാണോ എന്ന് ചിന്തിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വെളിച്ചങ്ങളായി തീരുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനം ഞങ്ങൾ കേട്ടു. അതിന് പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് അമിതമായി തരണമേ. കൃപയിൽ സൂക്ഷിക്കണമേ. സകലവും യേശുവിൽ കൂടി താഴ്മടുവിനമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, നിങ്ങൾക്ക് ഈ പ്രഭാഷണം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, ആയതുപോലെ തന്നെ പ്രാർത്ഥിപ്പാൻ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോപ്പ് ചാനൽ താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ എഴുതുക. കണിശമായിട്ടും ഹോപ്പ് ചാനൽ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾ മറുപടി തരുവാൻ കൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ആമേൻ.